Hello, welcome to Market Discussion of the Day. Today, 9th of April 2025. വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയൊരു ക്രാഷ് കോഴ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന 4 ദിവസത്തെ കോഴ്സാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് നമ്മൾ ബേസിക്കലി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അടുത്ത ആഴ്ചയും 15-ാം തീയതി വീണ്ടും അടുത്തൊരു ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അത്ര സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. വെറുതെ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് വിചാരിച്ചൊരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ മെസ്സേജ് അയക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമ്മൾ ഇന്നലെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡിലൊക്കെ പല ഒരു വല്ലാത്ത മൂവ്മെൻ്റ് ആണല്ലേ. ഇപ്പോൾ എവിടെ ഇട്ടാലും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോവും എന്നുള്ളൊരു രീതിയിലാണ് ഗോൾഡിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത് മാർക്കറ്റിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഇത് നമ്മുടെ നമുക്കറിയാം ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് എക്കണോമിക്കലായിട്ട് നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഈ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസുകൾ പറയാത്തതാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇത് ഇന്നത്തെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വേൾഡിൽ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ റേറ്റ് നല്ല രീതിയിൽ ഇപ്പം ഇന്നലെയൊക്കെ ആയിട്ട് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. സോ അത് ഉറപ്പായിട്ടും ഇന്നത്തെ ക്രൂഡ് ഓയിൽ ഡേറ്റേനെ നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ ട്രേഡ് ചെയ്യുന്നിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ആ ഒരു സമയത്ത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ആ ഒരു ന്യൂസിനെ കണക്കാക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ രണ്ടാമത്തെ കാര്യം എന്താണ്, വേൾഡിൽ താരിഫുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പം നമുക്കറിയാം യു എസ് നിന്ന് വരുന്ന താരിഫ്, ഇപ്പം സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ ഒക്കെ നേരത്തെ താരിഫ് ഇല്ലാതെ ആയിരുന്നു എന്താ പറയുക അവർ തമ്മിലുള്ളൊരു കച്ചവടം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ താരിഫ് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പം സിംഗപ്പൂർ ഒക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏഷ്യൻ കൺട്രീസ്, സിംഗപ്പൂർ ജപ്പാനുമായിട്ടൊക്കെ ഉള്ള മീറ്റിംഗ് US നടത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ താരിഫ് ഇല്ലാത്തൊരു രീതിയിലുള്ളൊരു കാര്യം നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ എനിക്ക് എന്താ പറയുക, US പ്രസിഡന്റും അതേപോലത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പല രാജ്യങ്ങളും ഓപ്പണായിട്ട് വിളിച്ച് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, പല രാജ്യങ്ങളും താരിഫ് വേണ്ട, താരിഫ് ഇല്ലാതെ വിനിമയം നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പുള്ളിയുടെ അടുത്ത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് താരിഫ് ഇല്ലാതെ വിനിമയങ്ങൾ ഹോൾ വേൾഡിൽ നടത്തണം എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ US വിചാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അനുമാനത്തിലോട്ട് വരാം. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചൈനയായിട്ട് മാത്രമുള്ള താരിഫ് വെക്കുകയും നമുക്ക് ഈസിലി US പ്രോഡക്റ്റുകൾ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയും അങ്ങനെ ചൈനയെ തകർക്കാം എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ US ചിന്തിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ താരിഫൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷം അവസാനം ചൈനയെ തകർക്കാം എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം ചിലപ്പം ചിന്തിക്കുന്നത്, നമുക്കറിയില്ല. സോ എന്നിരുന്നാലും ഇതൊക്കെയാണ് പൊളിറ്റിക്കലി നടക്കുന്നത്. പൊളിറ്റിക്കലി ഏതൊരു ലോക നേതാവിൻ്റെയും എന്താ പറയുക, കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. താരിഫിനെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിക്കാം. അതൊക്കെ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്നലെ JPYയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. JPY 140 പ്രത്യേകിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. JPYയിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം 146ൻ്റെ താഴെയായിട്ടാണ് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിങ്സ് എല്ലാം നടന്നിട്ടുള്ളത്. ഓക്കെ, സോ 146ൻ്റെ അടുത്തിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 146.60 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 146ൻ്റെയും 148ൻ്റെയും ഇടയ്ക്ക് നമ്മൾ ഒരു രീതിയിലും ഒരു കച്ചവടം നടത്താതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നേരെ മറിച്ച് 148ൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടുന്ന് ഒരു ബൈ പോയിന്റും നമുക്കുണ്ടാവും. ഓക്കെ, സോ ഇതെല്ലാം മാർക്കറ്റ് നല്ല പ്രോപ്പറായിട്ടുള്ളൊരു മാർക്കറ്റ് ഓപ്പണിങ്ങിനോ ക്ലോസിങ്ങിനോ ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക.
ഓക്കെ. സോ നേരെ നമ്മൾ നമ്മുടെ യൂറോയിലോട്ട് വരും. യൂറോ എല്ലാ ലോവർ പോയിന്റ്സും ബൈ പോയിന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ യൂറോ നമുക്ക് 1.0900 അടുത്ത് വെച്ച് നമുക്ക് യൂറോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് 200 പിപ്സിൻ്റെ മുകളിലുള്ള ഒരു മൂവ്മെൻറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറിയാൽ പോലും ഓൾമോസ്റ്റ് ഒരു 200 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് യൂറോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. സോ ഇനിയും നമുക്ക് താഴെ കിട്ടുകയാണ് 1.100 കിട്ടുകയാണെങ്കിൽ യൂറോയിൽ ബൈ പോയിന്റ് എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ. സോ നേരെ GBPയിലോട്ട് പോകുമ്പോൾ GBPയും ഇന്നലെ നമുക്ക് നല്ല താഴെ കിട്ടിയിട്ടുണ്ട്. 1.2700 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. ലോവർ പോയിന്റ്സ് എല്ലാം ബൈ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 150 പിപ്പോളം മൂവ്മെന്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് ആ ഒരു പ്രോഫിറ്റ് എന്താ പറയുക, നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. സോ അതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. നമ്മൾ നേരെ നമ്മുടെ എന്താണ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിച്ച് കൊണ്ട് പോവുകയാണല്ലേ. ഗോൾഡിൽ ഇപ്പം കറന്റ് ട്രേഡ് ചെയ്ത് 3035 ഓക്കെ. ഗോൾഡ് എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. നമുക്ക് ഗോൾഡ് നമുക്ക് ഒരു 3030 അടുത്തൊക്കെ ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിന് കിട്ടിയാൽ, ഇപ്പം 3000 കഴിഞ്ഞ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് 3012 ചിലപ്പോൾ ഈ 3030 എന്നുള്ളത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് താഴോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. 3037 മാർക്കറ്റ് നിൽക്കുന്നുണ്ടെങ്കിലും 3030 എന്ന് പറയുന്നത് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അത് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ കൺസിഡർ ചെയ്യുക. 3030 അവിടുന്ന് സെല്ലെടുത്ത് കഴിഞ്ഞാൽ, അതായത് 9 മണിക്ക് 10 മണിക്കുള്ള ക്യാൻഡിൽ, 2:30 ക്യാൻഡിൽ, ഏഷ്യ ക്ലോസിംഗ് ക്യാൻഡിൽ 3030 താഴെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് ഗോൾഡ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അതാണ് എനിക്ക് ഗോൾഡിനകത്ത് മെയിനായിട്ടും പറയാനായിട്ടുള്ള കാര്യം. ഗോൾഡിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ നമുക്ക് നാളെ ഗോൾഡ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2080 കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യാം. 2080 കിട്ടിയിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണമെന്ന് പറഞ്ഞു 2980 നമുക്ക് ബൈ ചെയ്യണമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് 2960 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രോഫിറ്റ് വൻ ലെവലിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓൾമോസ്റ്റ് ഒരു 50 500 600 പിപ്പിൻ്റെ പ്രോഫിറ്റാണ് ഇപ്പം വന്നിട്ടുള്ളത്. അതായത് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് $6000 പ്രോഫിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ. ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്, ഡൗൺ ട്രെൻഡിലിട്ട് നിൽക്കാനായിട്ട് പാടില്ല. സെല്ല് ഓപ്ഷൻ കഴിവതും ഒഴിവാക്കുക. 30 റെസിസ്റ്റ് ചെയ്യും, പക്ഷേ എന്നിരുന്നാലും സെൽ ഓപ്ഷൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 3015 വരാൻ നേരത്ത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കുക എന്നുള്ളൊരു കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.